യൂറോപ്പ് മലയാളി ജേണലിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞയാഴ്ച ഒഡീഷയിൽ നിന്നുള്ള വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. ഇന്ന് ഒഡീഷയുടെ ധോളിഗിരി എന്ന് പറയുന്ന വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. BC 261 നടന്ന കലിംഗ യുദ്ധവും അശോക ചക്രവർത്തിയെക്കുറിച്ചുള്ള വിശേഷങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് എവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും. ഭുവനേശ്വറിൽ നിന്നും 8 കിലോമീറ്റർ അകലെ ദയാ നദിയുടെ തീരത്ത് ഉള്ള ഈ ധോളിഗിരി കുന്നുകൾ ചരിത്ര പ്രധാനമായ ഒരു സ്ഥലമാണ്. അശോക ചക്രവർത്തി യുദ്ധം എല്ലാം കഴിഞ്ഞപ്പോൾ ബുദ്ധമതം സ്വീകരിക്കുകയും ബുദ്ധമതത്തിലേക്ക് മാറുകയും ബുദ്ധമതത്തിൻ്റെ പ്രചരണം തുടങ്ങുകയും ചെയ്യുന്ന ഒരു ആസ്ഥാനം കൂടിയാണ് ഈ സ്ഥലം ധോളിഗിരി. ഈ ധോളിഗിരിയിലെ വിശ്വശാന്തി സ്തൂപത്തിന് ഇതിൻ്റെ താഴികക്കുടത്തിന് 5 കുടകളാണുള്ളത്. ഈ 5 കുടകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബുദ്ധമതത്തിൻ്റെ 5 പ്രധാന ഭാഗങ്ങളെയാണ്. അതിന് ആ സ്തൂപത്തിൻ്റെ വിശ്വശാന്തി സ്തൂപത്തിൻ്റെ 4 ചുറ്റാകെയുമുള്ള പ്രതിമകളാണ് നമ്മൾ ഇവിടെ ബാക്കിൽ കാണുന്നത്. ശ്രീബുദ്ധൻ്റെ വിവിധ രൂപത്തിലുള്ള പ്രതിമകൾ. മൗര്യ രാജവംശത്തിലെ ഇതിഹാസ രാജാവായിരുന്നു ചക്രവർത്തി അശോകൻ. അദ്ദേഹത്തിൻ്റെ യുദ്ധങ്ങൾ ജയിക്കുമ്പോഴും അദ്ദേഹത്തിനുണ്ടായ മാനസാന്തരത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ പുറകിൽ കാണുന്ന ഈ സ്തൂപങ്ങളും കെട്ടിടങ്ങളും. ഈ 5 സ്തൂപങ്ങൾ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ 5 കുടകൾ മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപകടത്തിൽ ഇവിടെയും കാണാം 5 സ്തൂപങ്ങളാണുള്ളത്. അത് പ്രതിദാനം ചെയ്യുന്നത് ബുദ്ധമതത്തിൻ്റെ 5 പ്രധാന കാര്യങ്ങളാണ്. പ്രധാനമായിട്ട് 5 കാര്യങ്ങളാണ് ബുദ്ധമതത്തിൽ അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതും. അപ്പോൾ ഈ പുറകിൽ കാണുന്ന ഈ ശ്രീബുദ്ധൻ്റെ പ്രതിമയും വ്യത്യസ്തമാണ്. ഈ 4 ചുറ്റാകെയും നമ്മൾ കറങ്ങി കാണുമ്പോൾ ഓരോ പ്രതിമകളും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കലിംഗ യുദ്ധം കഠിന അധ്വാനത്തിലൂടെ വിജയിച്ചെങ്കിലും അതിലുണ്ടായ ആൾക്കാരുടെ മരണവും അതിലുണ്ടായിരുന്ന വിഷമവും കാരണം അദ്ദേഹം അതിനുശേഷം ആ ഓരോ യുദ്ധം ജയിക്കുന്നതിനും ഉപയോഗിച്ചിരുന്ന എനർജി ഇന്നർ മൈൻഡ് പീസിലേക്ക് ഉപയോഗിക്കുകയും ഒരു വ്യത്യസ്തനായ മനുഷ്യൻ ആയിത്തീരുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. കലിംഗ യുദ്ധം വിജയിച്ച ശേഷം അശോക ചക്രവർത്തി ഈ കുന്നിൻ്റെ മുകളിൽ ഇരുന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ ദയാനദി ചുവന്ന കളറിൽ ഒഴുകുന്നതാണ് കണ്ടത്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മാനസാന്തരം ഉണ്ടാകുന്നത്. അദ്ദേഹം വിചാരിക്കുന്നു, എന്തൊക്കെ ജയിച്ചാലും ഇത്രയോ മനുഷ്യരുടെ ജീവനൊടുക്കുകയും ഇത്രയും ഈ പുഴ തന്നെ രക്തപ്പുഴയായി ഒഴുകുകയും ചെയ്തു എന്ന് പറയുന്നതോടുകൂടിയാണ് അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാകുന്നതും അതിനുശേഷം ബുദ്ധമതത്തിലേക്ക് മാറുന്നതും. അന്നു മുതൽ ഒരു സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ലോകമെമ്പാടും പ്രചരണം നടത്താൻ ആഗ്രഹിക്കുന്നതും ആ കലിംഗ യുദ്ധത്തിൽ ഉണ്ടായ വേദനയ്ക്ക് ശേഷമാണ്. ഇവിടുന്ന് ഉദയഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇതിനടിയിലൂടെ ഒരു കേവ് ഉണ്ട്. ആ രാജാവിന് ഈ കുന്നിൻ്റെ മുകളിൽ വരാനായിട്ടൊരു കേവ് ചെയ്തിട്ടുണ്ട്. ആ കേവിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നത്. ഇതിപ്പോൾ ധോളിഗിരിയാണ്. ധോളിഗിരിയിൽ നിന്ന് ഒരു 15 കിലോമീറ്റേഴ്സ് എവേയാണ് ഖണ്ഡഗിരി. അപ്പോൾ ഇവിടെ ഒരു കേവ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കേവ് വഴി 15 കിലോമീറ്റർ അപ്പുറത്ത് പോകാനുള്ള സ്ഥലമുണ്ട്. ഏതായാലും ഖണ്ഡഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പോകുന്നുണ്ട്. ഈ കേവ് എൻഡ് ചെയ്യുന്നത് ഖണ്ഡഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് 15 കിലോമീറ്റർ ദൂരമുണ്ട്. നമുക്ക് ഇതിൻ്റെ മററ്റവും ഏതായാലും നമുക്ക് പോയെന്ന് കണ്ടിട്ട് വരാം. ഇത് ധോളിഗിരിയാണ്. നമ്മൾ പോകുന്നത് ഖണ്ഡഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഒഡീഷ അമ്പലങ്ങളുടെ നാടാണ്. നമ്മളിപ്പോൾ ഇവിടെ ശാന്തിസ്തൂപം കാണാൻ വന്നപ്പോൾ ധോളിഗിരിയിൽ
ശാന്തിസ്തൂപത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു ശിവക്ഷേത്രം കൂടിയുണ്ട്. ഇവിടുന്ന് നമ്മൾ ഖണ്ഡഗിരിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഗുഹകൾ കാണാൻ പോയതിൻ്റെ താഴെയാണ്. അപ്പോൾ എവിടെ നോക്കിയാലും ഇവിടെ അമ്പലങ്ങൾ കാണാം. ഒഡീഷയിൽ വരുമ്പോൾ ഇവിടുത്തെ കേവുകൾ വളരെ പ്രധാനമാണ്. മുൻപത്തെ രാജഭരണത്തിൻ്റെ ചരിത്രത്തിൻ്റെ കൂടി ഭാഗമാണ് ഈ കേവുകൾ. നമ്മൾ ധോളിഗിരിയിൽ കണ്ട ഒരു കേവ് 15 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഉദയഗിരിയും ഖണ്ഡഗിരിയിലുമാണ് വന്ന് അവസാനിക്കുന്നത്. ഇപ്പോൾ ഉദയഗിരി എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിലും ഖണ്ഡഗിരി എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിലുമാണ്. ഇവിടെ ധാരാളം ഗുഹകളുണ്ട്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇവിടെ കാണാനായിട്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം ഉദയഗിരി കേവിലേക്ക് തന്നെ പോകാം. ഈ കേവിനകത്ത് വരുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നത്, ഇത് ആൾക്കാർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണെന്ന് മനസ്സിലാക്കാം. അതിനോടൊപ്പം തന്നെ ഇതിനകത്ത് ഇവരുടെ ഈ കൊത്തുപണികളെന്ന് പറയുന്നത് ഇപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ. പക്ഷേ ഇതിനകത്തും അതിൽ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഈവൻ പുറത്ത് നോക്കിയാൽ തന്നെയും നമുക്ക് ഇവിടെ ഒരു ശില്പം കാണാൻ കഴിയുന്നു. ഇതും ഒരു ശില്പമാണ്. എന്തൊക്കെയോ കുറച്ച് ഉടഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിലും അത് എന്ത് കാരണങ്ങൾ കൊണ്ട് അത് ഉടയുന്നു, കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഉടയേണ്ട കാര്യമില്ല. ഈ മൊത്തം പാറയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തു വച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ധാരാളം ഗുഹകൾ ഇവിടെ ഉണ്ട്. പലർക്കും പല സ്ഥലങ്ങളിലേക്ക്, അതായത് 10-15 കിലോമീറ്റർ ദൂരത്തേക്ക് രക്ഷപ്പെടാനുള്ള സംവിധാനം വരെ ഈ ഗുഹകൾ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തെല്ലാം ചെറിയ റൂമുകളാക്കി അവർ കൊത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. ഈ സൈഡെല്ലാം നല്ല സ്റ്റീപ്പായിട്ടുള്ള കുഴിയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ വഴി ഉണ്ടാക്കിയിട്ടാണ്. ഈ ഒറ്റപ്പാറയിൽ ചെയ്തിരിക്കുന്ന കരവിരുതുകളാണ് ആ കാലത്ത്. ഏതായാലും കുറച്ചുകൂടി കണ്ടിട്ട് പോവാം. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ചെറിയ ഓരോ റൂമുകൾ. അതിനകത്ത് തന്നെ നമുക്ക് പല ആൾക്കാർക്ക് വേണമെങ്കിൽ താമസിക്കാവുന്ന രീതിയിലൊക്കെയാണ്. ഇവിടെ വിൻഡോ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒറ്റപ്പാറയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിൽ പോകുമ്പോഴെല്ലാം ഇവർ പ്രത്യേകിച്ച് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറിന് പകരം അവിടെ കുറച്ച് കൊത്തുപണികളും ആർട്ട് വർക്കും എല്ലാം ചെയ്തിട്ട് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ അത്രത്തോളം അവർ ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടി അന്ന് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ അവരുടെ യുദ്ധസമയത്ത് വന്ന് ഒളിത്താവളമായിട്ട് ഇരിക്കാനുള്ള സ്ഥലമായിരുന്നു എന്ന് വരെ അറിയാൻ പറ്റില്ല. ഈ ഗുഹകളുടെയൊക്കെ അകം കാണുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സൈഡ് ഭിത്തികളൊക്കെ വളരെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കയറണമെങ്കിൽ നമ്മൾ പുറത്തൊന്നും മുറിയാത്ത രീതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള, അതായത് ഇത്രയും സ്മൂത്തായിട്ടുള്ള കണക്ക് തന്നെയാണ് ഈ വാളുകളെല്ലാം ഇൻസൈഡിൽ ഈ പാറയിലും അവർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ടെക്നോളജി ഇപ്പോഴും നമ്മൾക്ക് അറിയാമോ എന്ന് നമുക്ക് സംശയമാണ്. അപ്പോൾ ഈ കാണുന്ന ഗുഹകളെന്ന് പറയുന്നത് ഉദയഗിരി ഗുഹകളാണ്. ഒരു കാര്യം ഇവിടെ വന്നപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ കലിംഗ യുദ്ധത്തിന് ശേഷം ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചിട്ടാണ്. കലിംഗ യുദ്ധം അശോക ചക്രവർത്തിയുടെ കാലത്ത് കലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തി ബുദ്ധമതം പ്രചരിപ്പിക്കാൻ മുതിർന്നതും ആ സമയത്ത് തന്നെയാണ് ജൈനമതവും. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഉദയഗിരിയിൽ നിന്ന് ഖണ്ഡഗിരിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ജൈന ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഏതായാലും ഒരു വലിയ വ്യത്യാസം ഉണ്ടായത്
ആ യുദ്ധത്തിന് ശേഷം തന്നെ, കലിംഗ യുദ്ധത്തിന് ശേഷം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഉദയഗിരിയിൽ നമ്മൾ താഴെ കണ്ട ചെറിയ ഗുഹകളാണ്. യഥാർത്ഥ ഗുഹകൾ എന്ന് പറയുന്നത് ഇങ്ങനെ മുകളിൽ കയറി വരണം. മുകളിൽ കയറി വന്നാൽ ഈ കാർവിങ് നമുക്കൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഉദയഗിരിയിൽ അവർ കാർവ് ചെയ്തിരിക്കുന്ന ഗുഹകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലോട്ടുമുണ്ട്. ധാരാളം ഗുഹകളുണ്ട്. എല്ലാം നമുക്ക് പോയി കാണാൻ കഴിയുന്നില്ല. എന്നിരുന്നാൽ തന്നെയും ഇത് ചെയ്തിരിക്കുന്ന ഒരു പാറ തുറന്നിട്ട് ഓരോ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ ഒരു വലിയ ഹോള് പോലെ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്കിതിനകത്ത് കുറേ ആൾക്കാർക്ക് വന്നിരിക്കാനും ഒക്കെ ഉള്ള സംവിധാനമുണ്ട്. കുറേ ഭാഗങ്ങളൊക്കെ അടന്നു പോയിരിക്കുന്നു. എന്നിരുന്നാലും ഇത്രയും കാർവ് ചെയ്ത് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലോ. ഇവിടെ ആരൊക്കെയോ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഏത് ഭാഷയാണെന്നുള്ളത് നോക്കണം നമുക്ക്. ഉണ്ടല്ലോ അന്ന് ആ കാലത്ത് എന്തോ എഴുതിയൊക്കെ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ തുടക്കം മാത്രമാണ്. ഇതിന് കേവുകൾ മുകളിലും ഇതിൻ്റെ താഴെയും ഏറ്റവും താഴെയും നമ്മൾ കണ്ടതുപോലെ മൊത്തം കാർവിങ് കൊണ്ടുള്ള കൊത്തുപണികളാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് ഒരു വലിയ പാറയാണ്. ആ പാറയിൽ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പാറയിൽ അകത്ത് റൂം ഉണ്ടാക്കിയിട്ട് ഇവിടെ വിൻഡോ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആളിന് സുഖമായിട്ട് ഇതിനകത്ത് കിടന്നുറങ്ങാനും. നമ്മൾ മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് മുനിയറകൾ എന്നൊക്കെ പറയുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടെ സൗകര്യമുള്ള സ്ഥലമാണ്. മുനിയറകളെന്ന് വെച്ചാൽ ഈ ഒറ്റപ്പാറ തുറന്നുള്ളതായിരുന്നില്ല. ഇതിന് മുകളിൽ സ്ലാബ് ഇട്ടിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനായിരുന്നു. എല്ലാം സ്ലാബുകൾ വെച്ചിട്ടുള്ള. ഇത് ഒറ്റ പാറ തുറന്നിട്ടുള്ള ഒരു റൂം ഉണ്ടാക്കുന്നു, അതിന് വിൻഡോ ഉണ്ടാക്കുന്നു. ഇപ്പോൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, ഒരു പാറയിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ എത്ര നാളെടുക്കും എന്നുള്ളതാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് മൊത്തം പാറകളും അങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ്. അന്നുണ്ടായിരുന്ന എന്ത് ടെക്നോളജിയാണെന്ന്, എന്തുകൊണ്ട് അത് പാരമ്പര്യമായിട്ട് ആരും ചെയ്തു പോകുന്നില്ല എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് തന്നെ ഇപ്പോൾ റോഡ് സൈഡിലുള്ളൊരു പാറ ഉണ്ടെങ്കിൽ റോഡ് വികസിക്കുമ്പോൾ അത് പൊട്ടിക്കാനായിട്ട് എടുക്കുന്ന സമയവും കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് എത്ര നിസ്സാരമായിട്ട് ചെയ്തിട്ടുണ്ടാവണം ആ കാലത്ത്. ഏതായാലും ഇതൊക്കെ കാണാൻ വന്നതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, നല്ല എക്സസൈസ് കിട്ടുന്നുണ്ട്. ശരിക്കും നടക്കാനും ഗുഹയുടെ അകത്ത് കയറാനും മലയിലൊക്കെ കയറാനും കഴിയുന്നുണ്ട്. ഉദയഗിരിയിൽ ഇനിയും ധാരാളം ഗുഹകളുണ്ട്. കുറേ എനിക്ക് തോന്നുന്നൊരു ഹാഫ് ഡേ അല്ലെങ്കിൽ ഒരു ദിവസം ഈ ഉദയഗിരി തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഏതായാലും ഒരു ഏകദേശം രൂപം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇനി പോകുന്നത് ഖണ്ഡഗിരിയിലേക്കാണ്. അതാണ് ഖണ്ഡഗിരി എന്ന് പറയുന്നത്. അവിടെയാണ് ജെയിൻ ടെമ്പിൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കലിംഗ യുദ്ധത്തിന് ശേഷം ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ ഇവിടെ വരുമ്പോൾ കാണുന്നത്. ഖണ്ഡഗിരി ഗുഹകൾ എന്ന് പറയുന്നത് ഒരു ജെയിൻ സംസ്കാരവും ഇവിടെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു തെളിവാണ്. ജെയിൻ ക്ഷേത്രവും ഇവിടെയുണ്ട്. ഇന്ത്യയുടെ വിവിധ തരം കൾച്ചറുകളും വ്യത്യസ്തമായ ജീവിത രീതികളും വ്യത്യസ്തമായ വിശ്വാസങ്ങളും എത്ര പഠിച്ചാലും തീരാത്ത കണക്ക് ഇങ്ങനെ കിടക്കുകയാണ്. ഈ ഖണ്ഡഗിരി മലമുകളിൽ കയറുന്നത് ഒരു നല്ല ശ്രമകരമായ ജോലിയാണ്. എന്നാലും എത്തിക്കഴിഞ്ഞാൽ ജെയിൻ ടെമ്പിൾ കാണാമല്ലോ എന്ന ആശ്വാസത്തിലാണ് ഇത്രയും ഉയരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഖണ്ഡഗിരിയിലൊക്കെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ധാരാളം ചെറുപ്പക്കാർ ഇവിടെ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു നല്ല സൈനാണ്. ഇന്ത്യയുടെ ചരിത്രം പഠിക്കാൻ അവർക്ക് കുറച്ച് താല്പര്യം ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്.
ഇവിടെ വന്നപ്പോൾ ധാരാളം ചെറുപ്പക്കാരും സ്കൂൾ സ്റ്റുഡൻസും എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം. അപ്പോൾ താഴെയാണ് ധോളിഗിരിയുടെ ഗുഹകളെല്ലാം കണ്ടത്. അതിൻ്റെ ഏറ്റവും മുകളിൽ ഉള്ളത് ജെയിൻ ടെമ്പിളാണ്. ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ഒഡീഷയിൽ വരുമ്പോൾ ഈ ഉദയഗിരി ധോളിഗിരി ഗുഹകളും അതിൻ്റെ ചരിത്രവും വളരെ എക്സൈറ്റിംഗ് ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ധോളിഗിരിയുടെ വിശേഷങ്ങൾ അവസാനിക്കുകയാണ്. ഞങ്ങൾ ഇനി മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. ഒഡീഷയിലെ ഒരു മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ് പൂരി ജഗന്നാഥ് ടെമ്പിൾ. നമ്മളിപ്പോൾ രാത്രിയാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിലും ഇവിടുത്തെ ജനക്കൂട്ടം കണ്ടാൽ തന്നെ അറിയാം, ഇത് രാത്രിയും പകലും എന്നില്ല, 365 ദിവസവും ഇത്തരം ഒരു തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. മാത്രമല്ല ഇത് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ടെമ്പിളാണ്. ഇന്ത്യയിൽ 7 പുണ്യ പുരാതന ക്ഷേത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്ന് ഈ പൂരി ജഗന്നാഥ് ടെമ്പിളാണ്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതൊരു വലിയ ക്ഷേത്ര സമുച്ചയമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ ഒരു ആവേശവും ഒരു ആരാധനയും കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ കഴിയും. രാത്രിയും പകലുമെന്നില്ലാതെ എപ്പോഴും 24 hours ഇത്രയും തിരക്കുള്ള ഒരു അമ്പലമാണ് പൂരി ജഗന്നാഥ് ടെമ്പിൾ. പൂരി ജഗന്നാഥ ടെമ്പിളിൻ്റെ സൈഡിലുള്ള കടകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സൈസ് സ്വീറ്റ്സാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രധാന പ്രസാദം എന്ന് പറയുന്നത്. ഖജ എന്ന് പറയുന്ന സ്വീറ്റാണ് ഇത്. നമ്മളിപ്പോൾ ഈ സ്ട്രീറ്റിലെ ഏത് കടയിൽ നോക്കിയാലും ഈ ഒരു തരം സ്വീറ്റ് തന്നെയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഏതായാലും അടുത്ത ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്രയാകുകയാണ്. വീണ്ടും അടുത്തയാഴ്ച മറ്റൊരു സ്ഥലത്തെ വിശേഷവുമായി കാണും വരെ നന്ദി, നമസ്കാരം.